വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ദം ആലുവിൻ്റെ റെസിപ്പി കാണാം. അപ്പം ദം ആലു ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ചെറിയ പൊട്ടേറ്റോസ് ആണ്. ബേബി പൊട്ടേറ്റോ ആയിട്ട് കിട്ടും, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലും നല്ലത് നമുക്ക് പൊട്ടേറ്റോയിൽ സൈസ് ചെറുത് നോക്കിയെടുക്കുക. ഈ ഒരു വലുപ്പത്തിലുള്ള പൊട്ടേറ്റോസ് നോക്കിയെടുക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്കിൻ കളഞ്ഞു കഴിഞ്ഞ ശേഷം ഇതേപോലെ ഫോർക്ക് വെച്ച് നന്നായിട്ട് പ്രിക്ക് ചെയ്യുക. നമ്മുടെ മസാലയൊക്കെ അകത്തേക്ക് പിടിക്കാനായിട്ടാണ്. നന്നായിട്ട് ഇതേപോലെ പ്രിക്ക് ചെയ്യുക. ഇതേപോലെ നന്നായിട്ട് പ്രിക്ക് ചെയ്തില്ല എങ്കിൽ നമുക്ക് മസാല അകത്തേക്ക് പിടിക്കത്തില്ല, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നത്തില്ല. പൊട്ടറ്റോസ് എല്ലാം നന്നായിട്ട് പ്രിക്ക് ചെയ്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മസ്റ്റേർഡ് ഓയിലാണ്. ഒരു 4 ടേബിൾ സ്പൂൺ മസ്റ്റേർഡ് ഓയിൽ. അപ്പം മസ്റ്റേർഡ് ഓയിൽ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സ്മോക്കിംഗ് പോയിന്റിൽ എത്തണം, നന്നായിട്ട് പുകഞ്ഞ് വരണം, അതുവരെ ചൂടാക്കുക. കടുകെണ്ണ, മസ്റ്റേർഡ് ഓയിൽ നന്നായിട്ട് പുകഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പൊട്ടേറ്റോസ് ചേർക്കും. 1/2 കിലോ പൊട്ടേറ്റോ ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പം പൊട്ടേറ്റോസ് ഇട്ടിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളമായി. ഇനിയും കുറച്ചും കൂടെ ബ്രൗൺ ആവണം, അതുവരെ നമ്മൾ കുക്ക് ചെയ്യണം. എല്ലായിടത്തും ഒരു ഈവൻ കളർ ആകുന്ന വരെ കുക്ക് ചെയ്യണം. ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടേറ്റോയും കുറച്ച് കുക്ക്ഡ് ആവും. അകത്തോട്ട് കുക്ക്ഡ് ആയിട്ട് ഉണ്ടാകത്തില്ല, എങ്കിലും നമ്മൾ കറിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഒരു 70% കുക്ക്ഡ് ആയിരിക്കും. ഇത് മാറ്റി വെക്കാം. ഇനി ഈ സെയിം എണ്ണയിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള സവോള, അതിനൊപ്പം ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു 1.5 ഇഞ്ച് കഷ്ണം ഇഞ്ചി, അത് വഴറ്റിയെടുക്കുക. നമ്മൾ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രേവിക്ക് തിക്നെസ് കൊടുക്കാനായിട്ട് ഉണ്ടാക്കുന്നതാണിത്. ഇതെല്ലാം കൂടെ അരച്ചെടുക്കും. ഇതിലേക്ക് 2 കാശ്മീരി മുളകും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്ന ഒരു സ്റ്റേജ്, ഈ സവോള ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി, സോഫ്റ്റ് ആയാൽ മതി. ചെറിയൊരു ബ്രൗൺ ടിൻ്റെ ആയിട്ടുള്ളൂ. ഇതിനകത്തേക്ക് ജീരകം ഇടാനായിട്ടുണ്ട്. ആദ്യം തന്നെ എണ്ണയിലേക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ജീരകം ഇടാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർക്കാം. ഇത് ഇടാൻ വിട്ടുപോയത് കൊണ്ടാണ് ഈ സമയത്ത് ചേർത്തേക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തതും കൂടെ ചേർക്കാം. ടൊമാറ്റോ ചേർത്ത ശേഷം ഉപ്പും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് ചേർക്കുന്നതോടെ ടൊമാറ്റോസിലെ വെള്ളം റിലീസായിട്ട് പെട്ടെന്ന് അത് ഡ്രൈ ആവും, കുക്കായി കിട്ടും. ഇനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 5 മിനിറ്റ് ആയി. ടൊമാറ്റോസൊക്കെ നന്നായിട്ട് വെന്തു. ഇനി ഇത് ഓഫ് ചെയ്യാം. കൂളായ ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ കറിയുടെ ബേസ് ഇതാണ്. ഇപ്പം കൂളായ ഈ മിക്സ്ചർ നമുക്ക് അരച്ചെടുക്കണം. ഇപ്പം ദം ആലു ഉണ്ടാക്കുമ്പോൾ പല വേർഷനുണ്ട്. ചില വേർഷനിൽ സവോള കാശ്മീരി പണ്ഡിറ്റ് സ്റ്റൈലൊക്കെ ഉണ്ടാക്കുമ്പോൾ സവോള വെളുത്തുള്ളി ഒന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്, ടൊമാറ്റോ ഒന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പല വേർഷനിൽ ദം ആലു ഉണ്ടാക്കും. നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുത്തു. ഈ പാൻ വീണ്ടും ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മസ്റ്റേർഡ് ഓയിലും കൂടെ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കണം. ഒരു ബേ ലീഫ്, ഒരു കറുത്ത ഏലക്ക, 2 ഗ്രീൻ കാർഡമം,
ഒരു ചെറിയ കഷ്ണം സിനമൺ, പട്ട, 2-3 കുരുമുളക്, 2 ഗ്രാമ്പു. ഇപ്പോൾ സ്പൈസസ് ഇട്ട് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ 1/4 ടീസ്പൂൺ ചേർത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഫെനൽ പൗഡർ, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഇത്രയും ചേർക്കുക. ഇത് ബേൺഡ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സർ അതിനകത്തേക്ക് ചേർക്കുക. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് ഇടുക, കരിഞ്ഞു പോകരുത്. ഉടനെ തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സർ അതിനകത്തേക്ക് ചേർക്കണം. പിന്നെ ഇത് നല്ലതായിട്ട് മൂക്കണം. ഇത് മൂക്കുന്നതാണ് കറിയുടെ ടേസ്റ്റ്. അത് കുറച്ച് സമയം എടുത്ത് വഴറ്റുക. എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് എൻ്റെ ഒരു പരുവം. ഇപ്പം 5 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഇതിലേക്ക് ഒരു പച്ചമുളകിൻ്റെ ഒരു 1/4 ഭാഗം ഇടാം, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1/4 കപ്പ് നിറച്ച തൈര്, തൈര് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. തൈരിട്ട് കഴിഞ്ഞ് ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഇതിനകത്തേക്ക് പൊട്ടറ്റോസ് ചേർക്കാം. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ ചേർത്ത് 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റുക. ഞാൻ അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചൂടുവെള്ളം, പൊട്ടറ്റോസിൻ്റെ നെകയ്ക്ക് കിടക്കുന്ന പോലെ ചൂടുവെള്ളം ഒഴിക്കുക. അപ്പം പൊട്ടറ്റോസിൻ്റെ അതേ ലെവലിൽ വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർക്കാം. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ എക്സ്ട്രാ കൊടുക്കാം. ഞാനൊരു 1/8 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർക്കുകയാണ്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർക്കാം. അപ്പം നല്ലൊരു ബോയിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ദം ചെയ്തെടുക്കണം. അപ്പോൾ ദം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ദമ്മും കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റീം പുറത്തേക്ക് കളയാണ്ട് ആ സ്റ്റീം അകത്തിരുന്ന് തന്നെ കുക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അപ്പോഴത്തേക്ക് പൊട്ടറ്റോയിലേക്ക് നന്നായിട്ട് ഫ്ലേവർ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു മാവ് വെച്ച് നിങ്ങൾക്ക് സൈഡ് സീൽ ചെയ്തിട്ട് അടപ്പ് വെച്ച് അടച്ച് കഴിഞ്ഞാൽ സീൽഡാവും, ദമ്മാവും. അല്ല എങ്കിൽ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ദോശക്കല്ലിൻ്റെ പുറത്ത് ഈ പാത്രം വെച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും കുക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്ന ഒരു പഴയ ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പാത്രം വെച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തു. അതിനുശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യുമായിരുന്നു. ഇനി ചെക്ക് ചെയ്യാം. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അതിന് മുമ്പായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ വിതറാം. ഇപ്പം ദം ആലു നമ്മൾ ഇതേപോലെ ദം ചെയ്ത് ഈ ആലു അല്ലെങ്കിൽ പൊട്ടറ്റോ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മസാലയൊക്കെ അകത്തേക്ക് പിടിച്ച് നല്ല ടെൻഡറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് പുലാവിൻ്റെ കൂടെ, ചപ്പാത്തി, പറാട്ട, നാനിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.